1201 കർക്കിടക മാസത്തെ ജ്യോതിഷ ഫലങ്ങളാണ് ഞാനിവിടെ പ്രവചിക്കുന്നത്. 17/7/2026 മുതൽ 16/8/2026 വരെയുള്ള ഒരു മാസ കാലയളവിലെ പ്രവചനങ്ങളാണ് നടത്തുന്നത്. ചോതി നക്ഷത്രക്കാരുടെ പ്രവചനങ്ങളാണ്. ചോതി നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫലങ്ങളാണ് പറയുന്നത്. സന്താനങ്ങൾക്കുള്ള ദുരിതങ്ങൾ മാറിക്കിട്ടുന്നു. ഏതു രീതിയിലുള്ള സന്താനങ്ങൾക്കുള്ള കഷ്ടപ്പാടുകളും രോഗം മൂലം ഉണ്ടെങ്കിൽ അതിന്റെ ബുദ്ധിമുട്ടുകളും അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിനുള്ള തടസ്സങ്ങളും ഇങ്ങനെയൊക്കെയുള്ള അവരുമായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം മാറിക്കിട്ടി അവർക്ക് വിദ്യാഭ്യാസം തുടരുന്നതിനും എല്ലാത്തിനും അവർക്ക് സാധിക്കുന്നു. ഇനി വിവാഹമാണെങ്കിൽ അതും നടക്കുന്നു. മനോവിചാരങ്ങളായ ഡിപ്രഷൻ മുതലായ മനോവിചാരങ്ങൾ ഉണ്ടെങ്കിൽ അതിനൊക്കെ ഒരു കുറവ് വരുന്നു. നിങ്ങളുടെ പദവികളിൽ വീഴ്ച വരുമോ എന്ന ഒരു ഭയം അതും മാറിക്കിട്ടുന്നു. മരണഭയം ചിലർക്കുണ്ടാകുന്നു, അതും മാറിക്കിട്ടുന്നു. ശത്രുക്കളുടെ ശല്യം കുറയുന്നു. കാര്യങ്ങൾ ഒരുവിധം നടന്നു കിട്ടുന്നു. കാലതാമസം വരുന്നില്ല. പല കാര്യങ്ങളിലും വിജയം ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപമാനങ്ങൾ ഉണ്ടെങ്കിൽ അത് മാറിക്കിട്ടുന്നു. ഏതെങ്കിലും രീതിയിൽ പേരുദോഷമുണ്ടെങ്കിൽ അത് മാറിക്കിട്ടുന്നു. പുതിയ ബന്ധങ്ങൾ ഉണ്ടാകുന്നു. അതായത് വിവാഹം വഴിയൊക്കെ പുതിയ ബന്ധങ്ങൾ ഉണ്ടാകുന്നു. ജോലി, അതായത് തൊഴിൽ ഉള്ളിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ മാറിക്കിട്ടുന്നു. പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാം, അത് മാറിക്കിട്ടുന്നു. അതുപോലെ തൊഴിലിലുണ്ടാകുന്ന നഷ്ടങ്ങൾ മാറിക്കിട്ടുന്നു. ആരെങ്കിലും ഇതില് ഈ ചോതി നക്ഷത്രത്തിൽ വാതരോഗമായിട്ട് ഉണ്ടെങ്കിൽ അവർക്കത് ആശ്വാസം ലഭിച്ച് പൂർണ്ണ സുഖം ലഭിക്കുന്നു. ബന്ധുക്കളുടെ സഹായ സഹകരണങ്ങൾ ലഭിക്കുന്നു. ചില ഗ്രഹങ്ങൾ മോശം രാശികളിൽ കൂടി സഞ്ചരിക്കുന്നതിനാൽ മോശഫലങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ്. ചിലർക്ക് ചിക്കൻ പോക്സ് എന്ന രോഗം പിടിപെടാം. ശരീരം മൊത്തം പുണ്ണുകൾ വരുന്നതിനും സാധ്യതയുണ്ട്. അത് വേറെ ചിക്കൻ പോക്സ് അല്ലാതെ വേറെ പുണ്ണുകൾ വരുന്നതിനും സാധ്യതയുണ്ട്. കണ്ണിലും ഉദരത്തിലും ചില രോഗങ്ങൾ വരാം. ചിലർക്ക് കഠിനമായ ദേഹോദ്രവം ഉണ്ടാകുന്നതിനും ഒരു സാധ്യത കാണുന്നുണ്ട്. ഇനി ചോതി നക്ഷത്രക്കാരുടെ പ്രായത്തിനനുസരിച്ചിട്ടുള്ള ഫലങ്ങളാണ് പറയുന്നത്. 15 വയസ്സ് വരെയുള്ള ചോതി നക്ഷത്രക്കാർക്ക് ഈ സമയം ബാല്യം സാമാന്യ രീതിയിൽ നല്ലതാണെന്ന് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. ചില ചോതി നക്ഷത്രക്കാരുടെ കുടുംബത്തിന് ചില സാമ്പത്തിക പ്രതിസന്ധി വരുന്നതിന് സാധ്യതയുണ്ട്. അത് കുട്ടി ജനിച്ചതിനാലല്ല, കുട്ടിയുടെ ജാതകത്തിൽ കാണിക്കുന്നു എന്ന് മാത്രം. മുതിർന്നവരുടെ ജാതകം ഈ സമയം മുതിർന്നവരുടെ ജാതകത്തിലെ സാമ്പത്തിക പരിശോധിച്ചാലും അതിലും കാണാൻ സാധിക്കും ഈ സമയം സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകാം. പലവിധ രോഗങ്ങൾ വരുവാനായിട്ടും സാധ്യതയുണ്ട്. ചെറുപ്രായത്തിൽ തന്നെ സാഹിത്യാദി കലകളിൽ വളരെയധികം താല്പര്യം ജനിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതിനെയൊക്കെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക. അതില് നിരുത്സാഹപ്പെടുത്തരുത്, അത് പ്രോത്സാഹിപ്പിച്ച് തന്നെ ആകണം. കുടുംബത്തിൽ ഒരു മോഷ്ടാവ് കയറി, ഒരു കള്ളൻ കയറി പലതും മോഷ്ടിച്ചുകൊണ്ട് പോകാൻ സാധ്യതയുള്ളതിനാൽ അത് വേണ്ടപ്പെട്ട രേഖകൾ സുരക്ഷിതമായി വയ്ക്കുക. അതുപോലെ ജലത്തിൽ കളിക്കുമ്പോൾ, അതായത് ജലാശയത്തിൽ ഇറങ്ങി കുളിക്കുമ്പോഴൊക്കെ സുരക്ഷാ നടപടി സ്വീകരിക്കേണ്ടതാണ്. അത് അതിൻ്റെതായിട്ടുള്ള സുരക്ഷാ വസ്തുക്കൾ ഉപയോഗിക്കുക. അതുപോലെ ചിലർക്ക് അന്യദേശവാസം കാണുന്നുണ്ട്. ധനവും വാഹനങ്ങളും ലഭിക്കുന്നതിനും ഒരു യോഗം കൂടി കാണുന്നുണ്ട്. വിദ്യാഭ്യാസം ആരംഭിക്കുന്നതിനും തടസ്സമില്ലാണ്ട് മുന്നോട്ട് പോകുന്നതിനും ഇവർക്ക് യോഗമുണ്ട്. ഈ സമയം ആയുധങ്ങൾ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുന്നതായിരിക്കും നല്ലത്. സിനിമയിലും നാടകത്തിലും തൻ്റെതായിട്ടുള്ള കഴിവുകൾ തെളിയിക്കാൻ ഇവർക്കൊരു യോഗം കാണുന്നുണ്ട്. അതിന്റെ അവസരങ്ങൾ കിട്ടിയാൽ അത് ഒരിക്കലും വേണ്ടാന്ന് വെക്കരുത്. കുടുംബത്തിന് ഭൂസ്വത്ത് ലഭിക്കാൻ ഒരു സാധ്യത കാണുന്നു. അച്ഛനമ്മമാരുടെ കുടുംബ സ്വത്തുക്കൾ ഭാഗം വെച്ച് കിട്ടുന്നതായിരിക്കാം, അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഇവർക്ക് വാങ്ങുവാനും സാധിക്കും. അങ്ങനെ 15 വയസ്സ് മുതൽ 31 വയസ്സ് വരെയുള്ള ചോതി നക്ഷത്രക്കാർക്ക് ചിലർക്ക് ഉന്നത വിദ്യാഭ്യാസം നേടാനായിട്ടുള്ള ഒരു മഹാഭാഗ്യവും അവർക്കുണ്ട്. തൊഴിൽ മികച്ചത് ലഭിക്കുന്നതിനുള്ള യോഗം കാണുന്നുണ്ട്. സാമ്പത്തിക സ്ഥിതി വളരെയധികം മെച്ചപ്പെടുന്നു. സർവ്വ ഐശ്വര്യങ്ങളും ലഭിക്കുന്നു. ചിലർക്ക് വിവാഹം കഴിക്കുന്നതിനും സന്താന ഭാഗ്യങ്ങൾ ഉണ്ടാകുന്നതിനും യോഗം കാണുന്നുണ്ട്. ഒരു മാനഹാനി വരാൻ സാധ്യതയുള്ളതിനാല് അതുമായിട്ട് ബന്ധമുള്ള ഒന്നിൽ നിങ്ങൾ പ്രത്യക്ഷമായിട്ടോ പരോക്ഷമായിട്ടോ ബന്ധപ്പെടരുത്. അത് നിങ്ങളെ തൊഴിലിനെ ബാധിക്കും, നിങ്ങളെ ജോലിയെ ബാധിക്കുകയും വളരെ പ്രശ്നങ്ങൾ ഉണ്ടാകും. ചിലപ്പോൾ തൊഴിൽ തന്നെ അത് നഷ്ടപ്പെട്ടെന്നും വരാം. ചിലർക്ക് ധാരാളം ഭൂമിയും മറ്റു സ്വത്തുക്കളും ലഭ്യമാകുന്നു. ചിലർക്ക് രണ്ടാമതൊരു വിവാഹം കൂടി കഴിക്കേണ്ടതായിട്ട് വന്നേക്കാം. പക്ഷേ അന്ന് മുതൽ കഷ്ടകാലങ്ങൾ തുടങ്ങുന്നതായിട്ടും കാണുന്നുണ്ട്. ആയതിനാൽ വേണ്ടാത്ത കാര്യങ്ങൾ ചെയ്യാണ്ടിരിക്കുകയായിരിക്കും നല്ലത്. കലകളിലും മറ്റു സാംസ്കാരിക വേദികളിലും ധാരാളം അവസരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതുമൂലം ധാരാളം സമ്പത്ത് നിങ്ങൾക്ക് നേടാൻ സാധിക്കും. അതുകൊണ്ട് അങ്ങനെയുള്ള കലാ സാംസ്കാരിക രംഗങ്ങളിൽ നിങ്ങൾക്കൊരു അവസരം കിട്ടുകയാണെങ്കിൽ അത് നിങ്ങൾ വേണ്ടുന്ന രീതിയിൽ ഉപയോഗിക്കണം, വേണ്ടാന്ന് വയ്ക്കരുത്. അന്യദേശത്തുള്ളവരിൽ നിന്നും ധാരാളം സമ്പത്ത് ലഭിക്കുന്നതിനും ഒരു സാധ്യതയുണ്ട്.
31 വയസ്സ് മുതൽ 50 വയസ്സ് വരെയുള്ള ചോതി നക്ഷത്രക്കാർക്ക് തൊഴിലിൽ അഭിവൃദ്ധി ഉണ്ടാകുന്ന ഒരു സമയമാണ്. ഏത് തൊഴിലായിരുന്നാലും, കലാരംഗത്തായിരുന്നാലും അല്ലാത്ത തൊഴിലായിരുന്നാലും വളരെയധികം 100% ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് നിങ്ങൾക്ക് ആ തൊഴിലിന്റെ ഉയർച്ചയിൽ നല്ലതായിരിക്കും. അശ്രദ്ധ കാരണം പകുതി മനസ്സോടെയും ചെയ്യുന്ന കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ഭയങ്കരമായ ദോഷങ്ങൾ വരുവാനും കൂടി സാധ്യതയുള്ളതിനാലാണ് അങ്ങനെ പറഞ്ഞത്. ശ്രദ്ധിക്കുന്നവർക്ക് തൊഴിൽ 100% അഭിവൃദ്ധി നേടാനായിട്ട് സാധിക്കുന്നു. ചിലർക്ക് നേതൃത്വ സ്ഥാനം ലഭിക്കുന്നു. മാതാപിതാക്കൾക്ക് ആർക്കെങ്കിലും ചില ആപത്തുകൾ വരുന്നതിന് സാധ്യത കാണുന്നുണ്ട്. ശ്രമിച്ചാൽ ധാരാളം ധനം സമ്പാദിക്കുന്നതിനും മികച്ച സമ്പാദ്യ പദ്ധതികൾ നിക്ഷേപിക്കുന്നതിനും സാധിക്കുന്നു. തൊഴിൽ സംബന്ധമായി ഈ സമയം അധ്വാനം കുറച്ച് കൂടുതലായിരിക്കും. ചില രോഗങ്ങൾ വരാം. കൂടുതലും വയർ സംബന്ധിച്ച ഒരു അസുഖമാണ് കാണുന്നത്. വീട് വാങ്ങുന്നതിനും വാഹനം വാങ്ങുന്നതിനൊക്കെ യോഗം ഈ സമയവും കാണുന്നുണ്ട്. കൃഷി മേഖലയിലുള്ളവർക്ക് ഈ കാലഘട്ടം വളരെയധികം നേട്ടം ഉള്ളതാകുന്നു. പ്രമേഹമുള്ളവർ അല്പം മുൻകരുതൽ എടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. 50 വയസ്സ് മുതൽ 67 വയസ്സ് വരെയുള്ള ചോതി നക്ഷത്രക്കാർക്ക് ഒരുവിധം നല്ല രീതിയിൽ പോകുന്ന ഒരു സമയമാണ്. പുതിയ സൗഹൃദങ്ങൾ ഉണ്ടാകാം. അതുപോലെ തന്നെ കലാ സാഹിത്യാദി രംഗങ്ങളിൽ ഉള്ളവർക്കാണെങ്കിൽ അതിൽ നിന്ന് അംഗീകാരങ്ങൾ, അവാർഡുകളൊക്കെ ലഭിക്കുന്നതിന് സാധ്യത കാണുന്നുണ്ട്. ശത്രുക്കളെയും അസൂയാലുക്കളെയും വളരെ ശ്രദ്ധിക്കുക. പ്രമേഹമുള്ളവർ കുറച്ചൊന്ന് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കുന്നു. ജോലിയിൽ വളരെ അഭിവൃദ്ധി ഉണ്ടാകുന്നു. സർക്കാരിൽ നിന്നും ചില നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. ഇവിടെ പുതിയ വാഹനം വാങ്ങുന്നതിനും വീട് വാങ്ങുന്നതിനൊക്കെ ഈ സമയത്തും അവർക്ക് വീണ്ടും യോഗമുണ്ടാകുന്നു. ധാർമ്മിക കാര്യങ്ങൾ കൃത്യമായി ചെയ്യുക. ധനപരമായി ഒരു നിയന്ത്രണം നല്ലതാകുന്നു. ആരോഗ്യപരമായി മെച്ചപ്പെട്ട ഒരു കാലം കൂടിയാണിത്. വിദ്വൽ സദസ്സുകളിൽ നിന്നും അഭിനന്ദനങ്ങളും അംഗീകാരങ്ങളും ലഭിക്കാം. ഇവിടെ വിദ്യാഭ്യാസത്തിനനുസരിച്ച് ഏറെ ഗുണം കിട്ടുന്ന ഒരു സമയമാണ്. 67 വയസ്സ് മുതൽ 74 വയസ്സ് വരെയുള്ള ചോതി നക്ഷത്രക്കാർക്ക് ചതുവിലും വഞ്ചനയിലും അകപ്പെടാതെ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ധനവും ഐശ്വര്യങ്ങളൊക്കെ ലഭിക്കുന്ന ഒരു സമയവും കൂടിയാണ്. വസ്തുവകകളിൽ തർക്കമുണ്ടാകാം, കേസുകൾ നടക്കാം. ആയതിനാൽ ഈ സമയം നടത്തുന്ന എല്ലാ വിൽക്കൽ, വാങ്ങൽ, മറ്റുള്ള ഇടപാടുകൾ, നിക്ഷേപങ്ങൾ ഇവ വളരെ കരുതലോടെ ആലോചിച്ച് വേണം, സുരക്ഷിതമായ പദ്ധതികളിൽ വേണം നിക്ഷേപിക്കാനൊക്കെ. വളരെ ശ്രദ്ധിച്ച് ചെയ്യുക. ശ്രദ്ധിച്ചാൽ ധാരാളം ഭൂമി നിങ്ങൾക്ക് കൈവശം വരാനും ഒരു യോഗം ഈ സമയം കാണുന്നുണ്ട്. ബന്ധുക്കളിൽ ചിലർക്ക് നിങ്ങളോട് വിരോധവും അസൂയൊക്കെ ഉണ്ടാകാം. നിക്ഷേപങ്ങളിൽ നിന്നും മുമ്പ് നിക്ഷേപിച്ച പദ്ധതികളിൽ നിന്നും ധാരാളം ധനം ലഭിക്കാം. അതുപോലെ കോടതി കേസുകൾ ഉണ്ടെങ്കിൽ അത് വിജയം ലഭിക്കാം. വ്യാപാരം സംബന്ധിച്ച് നിങ്ങൾ ഇതിൽ ചിലര് വ്യാപാരികളാണെങ്കിൽ അവർ അന്യദേശത്തേക്ക് പോയി വ്യാപാരം ചെയ്യാനും ഒരു യോഗം കാണുന്നുണ്ട്. 74 വയസ്സിന് മുകളിലോട്ടുള്ള ചോതി നക്ഷത്രക്കാർക്ക് മുൻകാലത്ത് ചതിവിലും വഞ്ചനയിലും അകപ്പെടാത്തവർക്ക്, വളരെ ശ്രദ്ധിച്ചവർക്ക് ഏറെ ഗുണം ലഭിക്കുന്ന ഒരു കാലഘട്ടമാണ്. സാമ്പത്തികമായി വളരെയധികം ഉയർച്ചയിലേക്ക്, പ്രതീക്ഷിക്കാത്തതും അത്ര ഉയർച്ചയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നു. സർക്കാരിൽ നിന്നും പല നേട്ടങ്ങൾ ഇവർക്ക് ലഭിക്കുന്നു. ചില അവാർഡുകളും അംഗീകാരങ്ങളും ലഭിക്കുന്നു, ബഹുമതി ലഭിക്കുന്നു. ചിലര് വേറെ പുതിയ താമസ സ്ഥലം കണ്ടുപിടിച്ച് അവിടേക്ക് മാറുന്നതിനും ഒരു യോഗം കാണുന്നുണ്ട്. വളരെ സുന്ദരമായ ഒരു കാലഘട്ടമാകുന്നു. മനസമാധാനവും സന്തോഷവും അവർക്ക് ലഭിക്കുന്നു. വ്യാപാരികൾ, വ്യവസായികൾക്കും വളരെയധികം നേട്ടമുള്ള ഒരു സമയമാണ്. മികച്ച രീതിയിലുള്ള ഒരു ജീവിത സൗകര്യം അവർക്ക് ലഭ്യമാകാം. ഞാനിവിടെ പ്രവചിച്ചത് സാമാന്യ ഫലങ്ങൾ മാത്രമാണ്. കൃത്യമായ ജ്യോതിഷ പ്രവചനങ്ങൾക്ക് ജാതക പരിശോധന അത്യാവശ്യമാണ്. ആദിത്യ ഗുരുയോഗം നടക്കുന്നതിനാൽ അറിവ് സമ്പാദിക്കാൻ ഉള്ള ഒരു ശ്രമം വളരെ നല്ലതാകുന്നു. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് തുടക്കം വയ്ക്കാനും നല്ലതാണ്. നേതൃത്വ പാടവത്തിലേക്ക് വേണ്ടി നേതാവാകാൻ ഇറങ്ങിത്തിരിക്കുന്നവർക്കും അത് വളരെ നല്ലൊരു സമയമാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കുന്നതിന് ബുദ്ധിപൂർവ്വം ചിന്തിച്ച് അതിലേക്കുള്ള നീക്കങ്ങൾ നടത്താവുന്ന ഒരു സമയമാണ്. ചില വ്യക്തികളെ നല്ലൊരു നേതാക്കളാക്കി മാറ്റുന്ന ഒരു യോഗവും കൂടിയാണ്. അതുപോലെ മിക്ക ആൾക്കാർക്കും മികച്ച ഒരു ധാർമ്മിക ബോധം ഉണ്ടാകുന്നു. ചന്ദ്രനും ശുക്രനും കേതുവും കൂടി ഒരു രാശിയിൽ സഞ്ചരിക്കുന്നതിനാൽ ആത്മീയ കാര്യങ്ങളിൽ ഭക്തജനങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാകുന്നു. അതായത് അവർക്ക് ഒരു ആശയക്കുഴപ്പം ഉണ്ടാകുന്നു. ദൈവികതയിലുള്ള വിശ്വാസങ്ങളും മതഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്നതൊക്കെ ശരിയാണോ തെറ്റാണോ എന്നുള്ള ഒരു ആശയക്കുഴപ്പം ജനിക്കാം. അതുപോലെ ബന്ധുക്കളിൽ നിന്നും, പല നല്ല ബന്ധങ്ങളിൽ നിന്നും ഇവർ ഒഴിഞ്ഞു മാറി നിൽക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. കേതു ശുക്ര യോഗം നടത്തുന്നതിനാൽ ബന്ധങ്ങളിൽ ഒരു തെറ്റായ ധാരണ വരുന്നതിന് ഒരു കാരണം കാണുന്നുണ്ട്. കാരണം മിക്ക ഒരു അവിശ്വാസം ഉണ്ടാകാം. പരസ്പരം വിശ്വാസമില്ലായ്മ ഉടലെടുക്കുന്ന ഏത് ബന്ധത്തിലായിരുന്നാലും അതിന് സാധ്യതയുണ്ട്. അതുപോലെ യുക്തിക്ക് ചിന്തിച്ചാൽ ഒരിക്കലും നടക്കാത്ത കാര്യങ്ങൾ നടക്കും എന്നുള്ള പ്രതീക്ഷയിൽ കാത്തിരിക്കുന്നവരെയും ഇതിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു.
അതുപോലെ വ്യക്തിപരമായ നല്ല ബന്ധങ്ങളുണ്ടെങ്കിൽ പോലും അതിൽ വിള്ളലുണ്ടാകാൻ സാധ്യതയുണ്ട്. ആത്മീയതയിൽ നിന്നും ഭക്തജനങ്ങൾ അകന്നു മാറുന്നു. ആഡംബരത്തിന് വേണ്ടിയോ അല്ലാതെയോ ഇവർക്ക് ദേവാലയങ്ങൾ നശിപ്പിക്കപ്പെടാനോ കൊള്ളയടിക്കാനോ സാധ്യത കാണുന്നുണ്ട്. പുണ്യപ്പെട്ട മതഗ്രന്ഥങ്ങൾ ചില കപട ആചാര്യന്മാർ മോശമായി ദുർവ്യാഖ്യാനം നടത്തുന്നതിനാൽ ഭക്തജനങ്ങൾക്ക് വലിയ രീതിയിലുള്ള ആശയക്കുഴപ്പം ഉണ്ടാകുന്നു. ഏതായാലും ഭക്തജനങ്ങൾക്ക് ഒരു നല്ല സമയമല്ലെന്നേ പറയാൻ സാധിക്കൂ. നിങ്ങൾക്കുള്ള പൂജാപരമായോ വാസ്തുപരമായോ മുഹൂർത്തപരമായോ ജ്യോതിഷപരമായോ ഉള്ള കാര്യങ്ങൾക്ക് എന്നെ ഫോണിലോ വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ്. നിങ്ങൾക്ക് ഈ വരുന്ന കർക്കിടക മാസത്തിൽ സർവ്വവിധ സുഖ സമ്പൽ സമൃദ്ധി ദീർഘായുസ് ആരോഗ്യ സൗഭാഗ്യങ്ങൾ ഭഗവാൻ നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.